അടുത്തെത്തുമ്പോഴേ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണല്ലേ. ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞു പുതിയ വർഷത്തെ കലണ്ടർ കിട്ടുകയെന്ന് വയ്ക്കാം. ആദ്യം നോക്കുന്നത് ഓണം എന്നാണ്, ഓണത്തിന് അവധിയുണ്ടോ, പിന്നെ നമ്മുടെയൊക്കെ ബർത്ത്ഡേ എന്നാണ്, പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ളവരുടെയൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കലാണ് കലണ്ടർ കിട്ടിയാൽ ആദ്യത്തെ പണി. ഇപ്പോൾ ആ പണി വേദം കേട്ടോ ചെയ്യുന്നത്. പറഞ്ഞു വന്നത് ഓണം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓണം അടുത്തൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷത്തിൻ്റെ ഒരു ഇതല്ലേ ഈ നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. നാട് മൊത്തത്തിൽ ആ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഒരു പ്രത്യേക വൈബാട്ടോ. അത് എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ നമ്മളിൽ ഇങ്ങനെ വന്ന് ചേരുകയാണ്. നമ്മളതിനെ തേടി പിടിച്ച് പോകണ്ട, നമ്മളിൽ അതിങ്ങനെ വന്ന് ചേരുകയാണ്. ഓണക്കോടി എടുക്കുക, ഓണത്തിന് വേണ്ടിയുള്ള മറ്റൊരുക്കങ്ങൾ ചെയ്യുക, വീട് വൃത്തിയാക്കുക, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളും അല്ലേ. നമ്മളിപ്പോൾ റോഡിൽ തന്നെ ഇറങ്ങുമ്പോൾ ഭയങ്കര തിരക്കും, ഓണക്കോടികൾ എടുക്കാനുള്ള തിരക്കും. പിന്നെ ചിങ്ങം തുടങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും ഓഫീസിൽ പോകുന്നവരും സ്കൂളിൽ പോകുന്നവരും ഒക്കെ സെറ്റ് സാരി, സെറ്റ് മുണ്ട്, പിന്നെ മുണ്ടും ഷർട്ടും, മുണ്ടും വൈറ്റ് ഷർട്ടും, ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. പിന്നെ ഓണസദ്യ, ഓണാഘോഷം എനിക്ക് വയ്യ. ഓണം കഴിയുന്നത് വരെ ഒരു മേളം തന്നെയാണ്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഓണാഘോഷം എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്പെഷ്യലാട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്തെ ഓണാഘോഷം നിങ്ങൾ മറ്റുള്ള നാട്ടുകാർ കണ്ടിട്ടുണ്ടോ? നമ്മുടെ കേരള സർക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ഓണാഘോഷം. നിങ്ങൾ എറണാകുളംകാർക്ക് ക്രിസ്മസ് വരുമ്പോൾ ഉള്ള ബഹളമില്ലേ, അതുപോലെ കേട്ടോ. അതിനെക്കാട്ടി ഗംഭീരമാണ് നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ ഓണാഘോഷം എന്ന് പറയുന്നത്. അത് പറ്റുമെങ്കിൽ മിസ് ചെയ്യാണ്ട് ഒരിക്കലെങ്കിലും കാണുക കേട്ടോ. ഈ പറയുന്ന ഞാൻ കണ്ടിട്ടില്ല, അത് വേറെ കാര്യം. ആ ഏരിയയിലേക്ക് ചെല്ലാനേ പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്ക് തിരക്കും ബഹളമാണ്. പക്ഷെ ടി വിയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, ഞാനും നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കാണണമെന്നാണ് ആഗ്രഹം. നമ്മുടെ മെയിൻ സിറ്റിയായ ട്രിവാൻഡ്രം ഫുൾ ബ്ലോക്ക് ചെയ്ത് എത്രയോ കിലോമീറ്ററോളം ദൂരത്തിലുള്ള ഓണാഘോഷം കേട്ടോ. ഇത്രയും കിലോമീറ്റർ കാണാൻ എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നതെന്നറിയോ? ആ തിരക്കിനിടയിൽ കുത്തി ഞെരുങ്ങി ഇടി കൊള്ളാൻ വയ്യാത്തതുകൊണ്ടാട്ടോ സത്യമായിട്ടും പോയി കാണാത്തത്. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം. പക്ഷെ ഒരുപാട് സമയം ഞാൻ അവിടെ നിന്ന് കണ്ടില്ല, ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയി കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഭയങ്കര രസമാണ്. പിന്നെ ഇവിടെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇടും കേട്ടോ. ഓണാഘോഷം ആകുമ്പോൾ എത്രയോ കിലോമീറ്റർ ട്രിവാൻഡ്രം സിറ്റി ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടും. എന്ത് ഭംഗിയാണെന്നറിയാം അതൊക്കെ കാണാനായിട്ട്. അതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഓണാഘോഷം കാര്യമായിട്ടുള്ള രീതിയിൽ കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഓണം കഴിഞ്ഞാൽ അടുത്തെത്തി, അടുത്ത ആഴ്ച ഓണം അല്ലേ. അയ്യോ, നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ? യെസ്, അടിച്ച് പൊളിക്കണം അല്ലേ. എത്ര ഉള്ളവരും ഇല്ലാത്തവരും ഒരുമിച്ച് ഒരുപോലെ ആഘോഷിക്കുന്ന ഒന്നല്ലേ തിരുവോണം. അപ്പം നമുക്ക് എല്ലാവർക്കും അടിച്ച് പൊളിക്കാം ഈ വർഷത്തെ ഓണം.